ശ്രീ ഉദയകുമാർ മാരാർ, താങ്കൾക്ക് കേൾക്കാൻ കഴിയും എന്നാണ് ഞാൻ കരുതുന്നത്. വീണ്ടും താങ്കളിലേക്ക് എത്തുകയാണ്. നമുക്കറിയാം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സമഗ്ര മേഖലകളെയും പ്രതിപാദിച്ചുകൊണ്ടുള്ള ബജറ്റാണ്. അതോടൊപ്പം വ്യവസായ മേഖലയ്ക്ക് എത്രത്തോളം ശാക്തീകരണം നൽകുന്നുണ്ട്. 50 വർഷത്തേക്കാണ് ഘട്ടം ഘട്ടമായുള്ള പലിശരഹിത വായ്പയൊക്കെ അനുവദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് താങ്കൾ ഇതിനെ കാണുന്നത്? അതെ, സ്റ്റേറ്റുകൾക്ക് വളരെയധികം പണം 50 വർഷത്തേക്ക് ഇൻട്രസ്റ്റ് ഫ്രീ ആയി ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതെല്ലാം അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയുള്ള പണം ആണ് കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല, പല മേഖലകളിലും ഇതുപോലെ തന്നെ ധാരാളം പണം സർക്കാർ പലതരത്തിലായാലും ശരി, അത് സ്ത്രീ ശാക്തീകരണത്തിന്റെ പേരിലായാലും ശരി, അല്ലെങ്കിൽ കാർഷിക മേഖലയിലായാലും ശരി, എല്ലാ മേഖലയിലും ധാരാളം പണം കൊടുക്കുക എന്ന് മാത്രമല്ല, വികസനത്തിന് വേണ്ടിയുള്ള എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് സർക്കാരിന്റെ പ്രഖ്യാപിത നയം. തീർച്ചയായും അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. കാരണം 2013 RBI ഗവർണർ, പഴയ RBI ഗവർണറായിരുന്ന രഘുറാം രാജൻ ഒരു കാര്യം പറഞ്ഞിരുന്നു. 2013 അദ്ദേഹം സെപ്റ്റംബറിൽ അദ്ദേഹം റിസർവ് ബാങ്കിന്റെ ചാർജ് എടുക്കുന്ന സമയത്ത് പറഞ്ഞു, ഇന്ത്യ വൺ ഓഫ് ദ ഫ്രജൈൽ 5 എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഫ്രജൈൽ 5 എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ഏറ്റവും തകർന്നുകൊണ്ടിരിക്കുന്ന, ഏറ്റവും വീക്കായിരുന്ന ഇക്കോണമിയിലെ ഒന്ന്. ഇന്ന് 5 വലിയ ഇക്കോണമിയിൽ ഒന്നാണ് ഇന്ത്യ. ഇത് തന്നെ ഒരു വലിയ തെളിവാണ് സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ എത്രമാത്രം കാര്യക്ഷമമായിരുന്നുവെന്നും എത്രമാത്രം ഫലപ്രദമായിരുന്നുവെന്നും ഉള്ളത്. പിന്നെ എല്ലാ മേഖലയിലും സർക്കാരിന്റെ വികസനം എത്തി എന്നുള്ളതിന്റെ തെളിവാണ് എല്ലാ മാസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന GST വരുമാനം. ഡിസംബർ മാസം GST വരുമാനം 17 ലക്ഷം കോടിയിലധികമായിരുന്നു കളക്ഷൻ എന്ന് പറഞ്ഞാൽ, 17 ലക്ഷം അല്ല, 1,72,000 കോടി രൂപ. കഴിഞ്ഞ ഡിസംബറിന്, ഇതിനു മുമ്പിലത്തെ ഡിസംബറിനേക്കാളും 10% കൂടുതൽ. രാജ്യം വികസിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകളിൽ ഒന്നാണത്. അതുപോലെ തന്നെ മറ്റ് മേഖലയിൽ എല്ലാം തന്നെ വളർച്ച. അപ്പം ഡിസംബർ മാസം കോർ സെക്ടറിൽ 8 കോർ സെക്ടറിലെ ഗവൺമെന്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന വളർച്ച 3.8%. 3.8% എന്ന് പറഞ്ഞാൽ മന്ത്ലി ഗ്രോത്ത് ആണത്. മന്ത്ലി ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ ഓവറോൾ ടാർഗറ്റ് കോർ സെക്ടറിലെ ഗ്രോത്ത് 9.5% പെട്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ക്വാർട്ടറിൽ 3.8% വർധനവുണ്ട് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് നിശ്ചയിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ഗവൺമെന്റ് പ്രതീക്ഷിക്കുന്ന വളർച്ച തന്നെ ആ മേഖലയിലും ഉണ്ടെന്നാണ് അർത്ഥം. പിന്നെ മറ്റ് മേഖലയിലേക്ക് ഗവൺമെന്റിന്റെ ശ്രദ്ധ ഉണ്ട് എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവാണ് SHG, അതായത് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിനെ കണക്ട് ചെയ്യുന്നു. കാർഷിക മേഖലയിൽ കൃഷിക്കാർക്ക് അവരുടെ സാധനം വിപണിയിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള സാങ്കേതികമായ സംവിധാനം ഒരുക്കി കൊടുക്കുന്നു. ആ സംവിധാനത്തിലൂടെ ധാരാളം ടേൺ ഓവർ അവർ ഉണ്ടാക്കിയെടുക്കുന്നു. അതായത് അഗ്രികൾച്ചറിൽ കഴിഞ്ഞ 2023 അഗ്രികൾച്ചറൽ സെക്ടറിൽ ഈ വിപണി ഒന്നിച്ച് ഇന്റഗ്രേറ്റ് ചെയ്തതിന്റെ ഫലമായി ഉണ്ടായ നേട്ടം 4.2 ലക്ഷം കോടി രൂപയാണ്. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ മേഖലയിലും ഗവൺമെന്റിന്റെ ശ്രദ്ധ തിരിയുന്നു എന്നുള്ളത് ഒരു നല്ല ഒരു ശുഭസൂചനയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആദ്യമായിരിക്കാം ഒരുപക്ഷെ ധനമന്ത്രി ബജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് ഇത്രയും നിശബ്ദത പാർലമെന്റിൽ ഉണ്ടായത്. വളരെ ശ്രദ്ധയോടുകൂടി പ്രതിപക്ഷ നേതാക്കൾ ഇത് കേട്ടിരിക്കുന്നു എന്നുള്ളതാണ്. എല്ലാവർക്കും അതേക്കുറിച്ച് അറിയാം. പക്ഷേ രാഷ്ട്രീയ മുൻവിധിയോടുകൂടി ഇതിനെ നോക്കുമ്പോൾ ഒരുപക്ഷെ അവർക്ക് ഇതിനകത്ത് മറ്റ് വിപരീതമായ അല്ലെങ്കിൽ എതിരായ ചില പോയിന്റുകൾ കണ്ടുപിടിക്കേണ്ടി വരും. ഇതാണ് എനിക്ക് ഈ ബജറ്റിനെ കുറിച്ച് പറയാനുള്ളത്. വളരെ നന്ദി ശ്രീ ഉദയകുമാർ.